ഹലോ! വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? കുക്കറിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട. ഒരു കാരമൽ പോപ്കോൺ ഉണ്ടാക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ദേ ഒരാൾ എന്തായെന്ന് തിരക്കുന്നത് കണ്ടോ? ഒന്നും ആയില്ലടാ. ആ അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള എണ്ണയും നെയ്യും കൂടെ ഒഴിച്ച് അതിലേക്ക് മസാലകൾ, അതായത് ഗ്രാമ്പു, പട്ട അതൊക്കെ ചൂടാക്കുക. അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ തക്കാളി അങ്ങോട്ടിട്ട് അത് നല്ലപോലെ വഴറ്റുക. പിന്നെ നമ്മുടെ പൊടികൾ, അതായത് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അതിന് ശേഷം തൈരും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് തൈരോട് ഇടുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയെ. അപ്പം പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പിലയ്ക്ക് മല്ലിയില പുതിനയില ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്, അത് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അരിയുടെ ഇട്ട് അങ്ങോട്ട് വേവിക്കുക. ആഹാ! എന്ത് മണമാണെന്നറിയോ? മണം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമല്ലോ അല്ലേ?